ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ അവനെ കാഫിർ എന്ന് വിളിക്കും. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ, ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശക് വരാൻ, എന്തെങ്കിലും ഒരു കുഴപ്പം വരാൻ, ഈ ഖവാരിജികളുടെ സ്വഭാവം എന്താണ്? ഓ പച്ച കാഫിറാന്ന് ഒരു മടിയുണ്ടാവില്ല. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ കാഫിറുകളാക്കാൻ ഈ ഖവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംർ ബിൻ ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. രണ്ടാമത്തെ അവരുടെ അടയാളം, മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതും. മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തായിരിക്കും, അത് മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. മൂപ്പരിങ്ങനെ ആയത്തോത് എന്ത്? ഇൻതദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ആയത്തോതാണ് അർത്ഥം പറയാണ്. അതുപോലെ തന്നെ എന്ത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഖുൽ ദുഅല്ലദീന സഅംതും മിൻ ദുനി തുടങ്ങിയ തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാ എന്താന്നല്ലേ, ഏതോ ഖുറാഫിക്ക് മറുപടി പറയാന്ന് തോന്നും. മൂന്നാമത്തെ അവരുടെ അടയാളം, അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും. പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർ തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. ഒരിക്കലും ഒരു ഒരുമ നിലനിർത്താൻ അവർക്ക് കഴിയില്ല. ഈ 3 അടയാളങ്ങൾ പണ്ഡിതന്മാർ ഖവാരിജികളുടെ അടയാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ട്. സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ് ഒന്നും ഇവിടെ പറയാൻ കഴിയില്ല. പച്ച തോന്നിയാസാണ് ഇവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഒരു മുസ്ലിമിന് ചേർന്ന വാക്കുകളല്ല അവർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തെറി മാത്രം പറയുന്ന ഒരു വിഭാഗത്തെ വാർത്തെടുക്കുക, അതിന്റെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അതിന് നേതൃത്വം നൽകുക, സോഷ്യൽ മീഡിയയിലൂടെ ആരൊക്കെ എന്തൊക്കെ ചീത്ത പറയണം, കാർട്ടൂണുകൾ ഉണ്ടാക്കി അത് ഏത് സമയത്ത് പ്രചരിപ്പിക്കണം, അത് ആരിലേക്കൊക്കെ എത്തിക്കണം എന്നിങ്ങനെ ഇതിനൊക്കെ നിർദ്ദേശം നൽകിയ വ്യക്തി ആരാണ്? മറ്റാരുമല്ല, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ നൂർ മുഹമ്മദ് നൂർ ഷാ എന്ന് പറയുന്ന വ്യക്തി.